ഇപ്രാവശ്യം പ്ലേ ഓഫ് കാണാതെ പുറത്തായതോടുകൂടിയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേയിങ് 11 കളിച്ച 5 പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റ്. അങ്ങനെ റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഇനി ആരൊക്കെയാണ് ടീമിൽ എത്താൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാട്ടോ. ഇപ്രാവശ്യം ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടായിരുന്നു കേട്ടോ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മലയാളി താരം സഞ്ജു സാംസനെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുവന്നത്. എന്നാൽ കപ്പിൽ കുറഞ്ഞ് ഒന്നും തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസണിൽ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ തുടക്കം മുതൽ തന്നെ സഞ്ജു കളിക്കുന്ന കളികൾ മാത്രമായിരുന്നു വിജയിച്ചുകൊണ്ടിരുന്നത്. അവസാന കളിയിലേക്ക് പ്ലേ ഓഫ് സാധ്യത ഒതുങ്ങിത്തീരുകയും ചെയ്തു കേട്ടോ. അതോടുകൂടിയിട്ട് തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന സീസണിൽ ഇപ്പം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റ് പണി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ കൂടിയായ രുദ്രാജ് ഗെയ്ക്വാഡ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഈ ഒരു സീസണിൽ ഒട്ടും തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിലും അതേപോലെ തന്നെ ഒരു പ്ലെയർ എന്ന നിലയിലും ചെന്നൈ സൂപ്പർ കിങ്സിന് ഉപകരിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം വളരെ മോശമായ രീതിയിലായിരുന്നു ഇപ്രാവശ്യം ബാറ്റ് വീശിക്കൊണ്ടിരുന്നതും അത് ചെന്നൈനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്തതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് റിലീസ് അല്ലെങ്കിൽ വിരമിക്കുക എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് MS ധോണി തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രോബ്ലം കാരണം ഇപ്രാവശ്യം ഒരു മത്സരങ്ങൾ പോലും കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വരാൻ പോകുന്ന സീസണിലും അദ്ദേഹം ചിലപ്പോൾ മാറി നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി നോക്കുകയാണെന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഓൾറൗണ്ടറിലും അതേപോലെ തന്നെ ബോളിംഗ് സെക്ഷനിലുമാണ് കേട്ടോ. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള ഓവർട്ടനെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, പകുതി മത്സരം കളിച്ച് നിൽക്കെ പരിക്ക് കാരണം നാട്ടിലേക്ക് മടങ്ങുകയും അതിനുശേഷം നാട്ടിൽ പോയിട്ട് വേറെ കൗണ്ടി മത്സരങ്ങൾ കളിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടീമിൻ്റെ മാനേജ്മെൻറ്റിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇനി ടീമിൽ നിലനിർത്തില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയസ് ഗോപാൽ അതേപോലെ തന്നെ മാറ്റ് ഹെൻറി അങ്ങനെയുള്ള ബൗളേഴ്സിനെ എല്ലാം റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കേട്ടോ.